ഹലോ, വെൽക്കം ബാക്ക് ടു മൈ സ്ക്രീൻ സ്പേസ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇടത്തിലേക്കാണ് യാത്ര. എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പനെ കാണാൻ പോവാണ് കേട്ടോ. എല്ലാവരും പറയുമ്പോൾ എല്ലാവരുടെയാണ് ഗുരുവായൂരപ്പൻ. ആ ഒരു ധൈര്യത്തോടു കൂടെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ, എൻ്റെ ഗുരുവായൂരപ്പൻ എന്ന്. അത് ഉള്ളിൽ തട്ടി തന്നെയാണ് അങ്ങനെ പറയുന്ന ആൾക്കാർ സകലരും വിളിക്കാമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മുടങ്ങാതെ ഞങ്ങൾ പോവാറുള്ള ഒരു സ്ഥലമാണ് ഗുരുവായൂർ അമ്പലം. കഴിഞ്ഞ തവണ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. ഒരാഴ്ചത്തേക്ക് ഒരത്യാവശ്യത്തിന് വേണ്ടിയിട്ടും കൂടെയാണ് വന്നത്. നമ്മുടെ പഴയ വണ്ടി നാട്ടിൽ വിൽക്കണമായിരുന്നു. അപ്പോൾ അത് നാട്ടിൽ വന്നതിന് ശേഷമാണ് അതിൻ്റെ ബയ്യറൊക്കെ കിട്ടി. അങ്ങനെ ഏകദേശം അത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഭഗവാൻ എല്ലാം ഭംഗിയായിട്ട് നടത്തി. കാരണം നമ്മൾ പുതിയ വണ്ടി ബുക്ക് ചെയ്തിട്ട് റിസീവ് ചെയ്യാനായിട്ട് നമ്മൾ ചെന്നൈയിൽ ചെന്ന് കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ ഡെലിവറി ഡേറ്റിന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കഴിഞ്ഞ തവണ നമ്മൾ നാട്ടിൽ വന്നത്. അതിനു മുന്നേ ഓണത്തിൻ്റെ സമയത്ത് വന്നപ്പോൾ ഞാൻ ഭഗവാനോട്, ഇവിടെ വന്ന സമയത്ത് ഭഗവാനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യം. അന്ന് പുതിയ വണ്ടി എടുക്കാനായിട്ട് വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 1-2 തവണ നമ്മൾ 1-2 സ്ഥലത്ത് പോയി നോക്കി. പക്ഷേ പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭഗവാൻ അനുഗ്രഹിച്ചതാ നമ്മുടെ പുതിയ സാരഥി നമുക്ക് കിട്ടി. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇങ്ങനെ അന്ന് ഞാൻ ഇവിടുന്ന് ഗുരുവായൂരപ്പൻ്റെ ഒരു ചെറിയ രൂപം നമ്മുടെ വണ്ടിയിൽ വെക്കാനായിട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നു. അന്ന് വണ്ടി ഞാൻ പറഞ്ഞല്ലോ, വാങ്ങാനുള്ള പ്ലാൻ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാനത് പ്രാർത്ഥിച്ച് ഭഗവാനെ വാങ്ങിച്ചിട്ട് പോയി. ഞാൻ എൻ്റെ സേഫായിട്ട് അത് സൂക്ഷിച്ചിരുന്നു. വണ്ടി കിട്ടിയ ഉടനെ തന്നെ നമ്മൾ ഭഗവാനെ ഫ്രണ്ടിൽ തന്നെ അതിൽ വെച്ചു കേട്ടോ. ആ രൂപമാണ് നമ്മൾ ഈ വീഡിയോ തുടങ്ങിയ സമയത്ത് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇന്നിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുവന്ന് പൂജിക്കാൻ പറ്റി. അതും ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് ചെയ്യാൻ പറ്റി. ഇവിടുന്ന് കിട്ടിയ ചന്ദനം നമ്മുടെ വണ്ടിയുടെ ഉള്ളിലെ ഗുരുവായൂരപ്പൻ്റെ രൂപത്തിൽ തൊടിയിക്കാൻ പറ്റി. അതൊക്കെ ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടാട്ടോ ഞാൻ കണക്കാക്കുന്നത്. ഭഗവാനെ ഇഷ്ടമുള്ള എല്ലാവർക്കും എന്ത് കാര്യങ്ങളാണെങ്കിലും ഭഗവാനായിട്ട് ഷെയർ ചെയ്യുന്നത് ഏറ്റവും സന്തോഷം തന്നെയാണ്. ആ ഒരു സന്തോഷം തന്നെയാണ് ഇവിടെ നമ്മുടെ പുതിയ വണ്ടി കൊണ്ടുവന്ന് പൂജിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലുണ്ടായത് കേട്ടോ. സത്യം പറഞ്ഞാൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും നമ്മൾ ഇമോഷണലായി പോകും കേട്ടോ. ഇതിപ്പം ഞാൻ 2ാമത്തെ തവണയോ 3ാമത്തെ തവണയോ എന്തോ ആണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കണേ. ആദ്യത്തെ തവണ കൊടുത്തപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലായിപ്പോയി. പിന്നെ ഞാനത് മൊത്തം മാറ്റി വീണ്ടും എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഇത്തവണ നമ്മൾ വന്നതിൽ ഒരു കുഞ്ഞു സങ്കടം എനിക്കുണ്ടായി. അത് ഞാൻ അവസാനം പറയാം കേട്ടോ. അതല്ലാതെ എല്ലാം ഭഗവാൻ ഭയങ്കര എന്താ പറയുക, നമുക്ക് തന്ന ബ്ലെസ്സിങ്സിന് ഒരുപാട് താങ്ക് യു പറഞ്ഞിട്ടാട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ വണ്ടി ഇനി നമ്മൾക്ക് കൊണ്ടുപോയി വേറെ പാർക്ക് ചെയ്തിട്ട് വേണം ഇനി അകത്തേക്ക് വരാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു മൾട്ടി ലെവൽ പാർക്കിംഗ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെയാണ് ഇത്തവണ പാർക്ക് ചെയ്തത്. അവിടെ പാർക്ക് ചെയ്തു. മേളിലാണ് പാർക്ക് ചെയ്തത്. അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നേരെ വണ്ടി ഇവിടെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടൊക്കെ നല്ല സൗകര്യം കിട്ടി കേട്ടോ. കാരണം വേറെ വണ്ടികളൊന്നും നമ്മുടെ ബാക്കിൽ പൂജിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരം വണ്ടി ഇടാൻ പറ്റില്ല. അവിടെ സെക്യൂരിറ്റി ഉണ്ട്, അവരപ്പം തന്നെ എങ്ങോട്ടാണ് മാറ്റേണ്ടതെന്ന് പറയും. പക്ഷേ നമുക്ക് ആ തിക്കും തിരക്കും ഇല്ലാതെ നമുക്ക് വീഡിയോസൊക്കെ ഒന്ന് എടുക്കാൻ പറ്റിട്ടോ. അത് തന്നെ വലിയ സന്തോഷം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി നേരെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് മൾട്ടി ലെവൽ പാർക്കിംഗ് ഉണ്ടല്ലോ ഇവിടെ അടുത്ത്, അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ തൊഴാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല ചൂടുള്ള ദിവസമായിരുന്നു. അപ്പം ഈ സമ്മർ ടൈമിൽ ഇവിടെ ഇപ്പോൾ ഇത് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു, മോരും വെള്ളം. അപ്പോൾ അവിടെ ക്യൂ നിന്നിട്ട് ഞങ്ങൾ എല്ലാവരും മോരും വെള്ളം കുടിച്ചു. അതിന് ശേഷമാണ് നമുക്ക് തൊഴാനായിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ തെക്കേ നടയിലേക്ക് അങ്ങോട്ടുള്ള ക്യൂ കണ്ടു. ക്യൂ ഒരു അവസാനം ഇല്ലാതെ നിൽക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ അകത്ത് കയറാനായിട്ടുള്ള നമ്മുടെ ആഗ്രഹം അവിടെ ഉപേക്ഷിച്ചു കേട്ടോ. കാരണം അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒന്നും നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല. അതുകൂടാതെ
കൂടാതെ പാറുവിനെയും കൊണ്ട് അത്രയും നേരം ക്യൂവിൽ മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും എടുക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലായായിരുന്നു ആ ക്യൂ കണ്ടപ്പോൾ. നമ്മൾ ഇവിടെ അമ്പലത്തിൽ വരാറുള്ളതാണല്ലോ, അപ്പോൾ നമുക്ക് ക്യൂ കാണുമ്പോൾ ഏകദേശം അറിയാൻ പറ്റും നമുക്ക് ഏകദേശം നമ്മൾ എത്ര നേരം നിൽക്കേണ്ടി വരും എന്നുള്ളത്. 3 മണിക്കൂറാണ് മിനിമം ഏകദേശം നിൽക്കേണ്ടി വരിക. ഇന്നത്തെ ക്യൂ കണ്ടിട്ട് മിനിമം 5 മണിക്കൂർ, അതിൽ കൂടാനേ സാധ്യതയുള്ളൂ എന്ന് നമ്മുടെ മനസ്സ് പറഞ്ഞു. അപ്പോൾ ഷൈച്ചേട്ടൻ പറഞ്ഞു അത് വേണ്ട, നമുക്ക് എന്തായാലും ഇത്തവണത്തേക്ക് നമുക്ക് അകത്ത് കയറാമെന്നുള്ള ആഗ്രഹം അങ്ങ് വേണ്ടാന്ന് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പതിവ് തെറ്റിക്കാതെ നമുക്ക് ഇവിടുത്തെ ദീപസമത്തിൻ്റെ അടുത്തുള്ള ഗുരുവായൂരപ്പൻ്റെ രൂപത്തിൽ തുളസിമാല ചാർത്താൻ പറ്റിയിട്ടോ. അപ്പോൾ അതെപ്പോഴും ഞാൻ വരുമ്പോൾ ചെയ്യാറുണ്ട്. ഇത്തവണ അമ്മയ്ക്കും വേണമെന്ന് പറഞ്ഞിട്ട് അമ്മയും ചാർത്തി, ഞാനും ചാർത്തിട്ടോ. നമുക്ക് ഒരിക്കലും ഈ നമ്മുടെ ഈ അകത്തെ ഗുരുവായൂരപ്പൻ്റെ രൂപത്തെ തൊടാൻ ഈ ജന്മത്തിൽ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഈ ലോകം മുഴുവൻ ഭഗവാൻ നിറഞ്ഞു നിൽക്കുകയല്ലേ. നമ്മുടെ ഈ ഗുരുവായൂരുള്ള തൂണിലും തുരുമ്പിലും ഇവിടെയുള്ള എല്ലാ ഗുരുവായൂരപ്പൻ്റെ കൃഷ്ണൻ്റെ എല്ലാ രൂപത്തിലും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കണേ. അപ്പോൾ ഇതിൽ ചാർത്തിയാലും എൻ്റെ മനസ്സ് നിറഞ്ഞു തന്നെയാണ് കേട്ടോ ഞാനത് ചെയ്യാറ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ് അത് ചെയ്യുമ്പോൾ. നമ്മുടെ വീട്ടിലെ ഭഗവാന്റെ രൂപത്തിലാണെങ്കിലും നമ്മളത് ചാർത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സിലുള്ളൊരു നിർവൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അത്രയും ആ ഒരു ഫീലിങ്ങോട് കൂടെ ചെയ്യുമ്പോൾ നമുക്ക് അത് കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങളതും ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ക്യൂ നിന്നകത്ത് കയറണ്ട, നമുക്ക് നാലമ്പലത്തിൽ കയറിയിട്ട് ഇവിടെ കൊടിമരച്ചുവട്ടിലൊക്കെ പോയി നിന്ന് പ്രാർത്ഥിച്ച് നമസ്കരിച്ചിട്ടൊക്കെ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അത് അങ്ങനെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ഒരു കുഞ്ഞ് സങ്കടം ഉണ്ടെന്ന്. എന്തായാലും എനിക്ക് അകത്ത് കയറാൻ പറ്റാത്തതിൽ ഒരു കുഞ്ഞ് സങ്കടം ഉണ്ടായിരുന്നു. പോകുന്നവരെ ഞാൻ ഗുരുവായൂരപ്പനോട് അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്താ ഗുരുവായൂരപ്പ ഇത്തവണ എന്നെ അകത്ത് കയറി എനിക്ക് അടുത്ത് നിന്ന് കാണാനുള്ളൊരു ഭാഗ്യം തന്നില്ലല്ലോ എന്ന് ഞാൻ ഒരുപാട് തവണ മനസ്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വേറെ ആരോടും അങ്ങനെ കയറാൻ പറ്റിയില്ല എന്നുള്ളത് സങ്കടമായിട്ട് പറഞ്ഞില്ല. പക്ഷേ എൻ്റെ മനസ്സിലിങ്ങനെ ഞാൻ ഭഗവാനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ എനിക്കിതിനൊരു ഉത്തരം കിട്ടിയിട്ടോ. ഇത്രയുള്ള കൊച്ചിനെയും കൊണ്ട് ഞാൻ ഇത്രയും ക്യൂവിൽ നിന്ന് കഴിയുമ്പോൾ അവൾ എന്തുമാത്രം ക്ഷീണിക്കും. അപ്പം ചിലപ്പം അതുകൊണ്ടായിരിക്കും ഭഗവാൻ അങ്ങനെ തോന്നിച്ചത് ഞങ്ങൾക്ക്. അപ്പോൾ ഇപ്പം തന്നെ അവൾ ആ ചൂടും യാത്രയും എല്ലാം കൂടെ നമ്മളകത്ത് കയറിയ തിക്കും തിരക്കും ഒക്കെ ആയിട്ട് ആളാകെ ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പം അത് നല്ലൊരു ഡിസിഷനായിട്ട് എനിക്ക് തോന്നി. ഭഗവാൻ ഇനി വരുമ്പോൾ എനിക്ക് അകത്ത് കയറി നന്നായിട്ടൊരു ദർശനം തരുന്നുള്ളൊരു തോന്നലാണ് കേട്ടോ എനിക്ക് പിന്നെ ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ പോകാൻ പോവാണ്, തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. അവിടെ നിന്ന് പോരുന്ന നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു സങ്കടമോ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഫീലിംഗാണ്. അപ്പം ഞാൻ പറയുമ്പോൾ തന്നെ ഇമോഷണലായി പോവാണ്. അത് ഈ കാര്യം ഗുരുവായൂരപ്പൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ഇമോഷണലായി പോവും. അപ്പം വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് അവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന കാര്യമൊക്കെ ഭയങ്കര സന്തോഷമാണ്. നമുക്കിങ്ങനെ നമ്മുടെ മനസ്സിങ്ങനെ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനിലായിരിക്കും അവിടെ പോകാനായിട്ടുള്ള ആ ഒരു മൊമെൻറ്റ്. അന്ന് പോകുന്നു അവിടെ ചെല്ലുമ്പോഴും ഒക്കെ. പക്ഷേ തിരിച്ചിങ്ങോട്ട് പോരുമ്പോൾ എനിക്ക് എന്തോ ഒരു സങ്കടമാണ്, വിട്ടു പോരാനായിട്ടൊരു സങ്കടം പോലെയാണ്. പക്ഷേ അത് ഇറങ്ങി ഇച്ചിരി കഴിയുമ്പോൾ എനിക്കത് അങ്ങോട്ട് മാറും കേട്ടോ. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങുന്ന ആ നിമിഷം ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ മക്കളെയൊക്കെ അവിടെ നിർത്തിയിട്ട് നമ്മൾ തിരിഞ്ഞ് നടന്നു പോരുമ്പോൾ അമ്മമാരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു വിഷമമുണ്ടല്ലോ. അപ്പോൾ അങ്ങനൊരു ഫീലിംഗ് ആണ് കേട്ടോ. അതിപ്പോൾ അമ്മമാർക്ക് എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. 1-2 കാര്യങ്ങൾ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനായിട്ട് മനസ്സിൽ കണക്കാക്കിയിട്ടുണ്ടാകും. കാരണം ഇനി നമുക്ക് പൂജ ഷെൽഫിലേക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലൊക്കെ ഞാൻ മിക്കവാറും ഇങ്ങനെ അമ്പലങ്ങളിൽ വരുമ്പോഴായിരിക്കും വാങ്ങിക്കുക. അപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ വന്നപ്പോൾ ഇത്തവണ ഞാൻ കുന്നിക്കുരു വാങ്ങിച്ച് നമ്മുടെ ഉരുളിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കുഞ്ഞുരുളിയിൽ പൂജാ റൂമിൽ. അപ്പം അത് കുറച്ചും കൂടെ വേണം തോന്നി. അപ്പോൾ ഒരു പാക്കറ്റും കൂടെ വാങ്ങിച്ചു. ഒരു 60 രൂപ എന്തോ ആണ് അതിന്. പിന്നെ തിരുവുടയാട വേണമെന്ന് വിചാരിച്ചു, അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ വേണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ പൂജാ ഷെൽഫിൽ കറക്റ്റ് ഞാനൊരു ഉദ്ദേശിക്കുന്നൊരു വലുപ്പത്തിൽ നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ളൊരു രൂപം. അപ്പോൾ അത് ഞാൻ ഈ കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ആ വാങ്ങിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല.
അപ്പം ഞാൻ മനസ്സിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രൂപത്തിൽ നമ്മുടെ പിന്നെ ഗോൾഡൻ കളറിലെ ആ ഓർണമെൻറ്റ്സിൻ്റെയൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത രൂപമാണ് മനസ്സിൽ വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം 2-3 ഫോട്ടോ കണ്ടിട്ട് ഞാൻ ഒരു കൺഫ്യൂഷനിലായി. അപ്പം ഞാൻ പാറു പെട്ടെന്ന് സെലക്ട് ചെയ്യും. അങ്ങനെ പാറുവിനെ വിളിച്ചപ്പോൾ ഒരു ഫോട്ടോ അവൾ സെലക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്നിരുന്നവരും പറഞ്ഞു ഇത് പുതിയതാണ്, ഇത് നല്ലതാണെന്ന് പറഞ്ഞു. പാറു സെലക്ട് ചെയ്തതല്ല, വേറെ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പെട്ടെന്ന് പാറു അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അവരോട് പറഞ്ഞു, പാറു പറഞ്ഞ കണ്ണം പറഞ്ഞ മാതിരിയാണ്, ഇത് മതി എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ കഴിഞ്ഞപ്പോഴും എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പം ഇത് തന്നെയായിരുന്നു വാങ്ങിക്കേണ്ടത്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ എന്താ നേരം പറഞ്ഞ്, പാറു പറഞ്ഞ കണ്ണം പറഞ്ഞ മാതിരിയെന്നല്ലേ. അപ്പോൾ കണ്ണൻ അത് മതി എന്നായിരിക്കും അന്നേരം ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയുള്ള വ്ളോഗിൽ, നമ്മൾ ചെന്നൈയിൽ വന്ന വ്ളോഗിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ വാങ്ങിച്ച രൂപം ഏതാണെന്നുള്ള ഫോട്ടോ ഏതാണെന്നുള്ളത്. കയ്യിലത് ഇട്ട് കാണിച്ചേ. എവിടെ നോക്കട്ടെ, ആ വെല്ലിലാണോ അത് ഇടുന്നേ? എന്തോ അമ്മയുടെ കയ്യിലും കാണിച്ചു കൊടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. In 400 meters, slight left. അങ്ങനെ ഞങ്ങളിതാ സന്തോഷമായിട്ട് അവിടെ നിന്ന് പോന്ന് അമ്മേനെ വീട്ടിലിറക്കിയിട്ട് ഞങ്ങൾ തലയോലപ്പറമ്പിന് പോയിട്ടോ. രാത്രിയായി വീട്ടിലെത്തിയപ്പോൾ. ഒരുപാട് രാത്രിയായില്ല, ഞങ്ങളത് പ്ലാൻ ചെയ്തിട്ട് ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ പാൽപ്പായസം വാങ്ങിച്ചതാണ് കേട്ടോ. ഇപ്പോൾ ആ പ്ലാസ്റ്റിക് ഡബ്ബയൊക്കെ മാറ്റി ഈ ഡബ്ബയാക്കി. അപ്പോൾ പായസമൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഒരു ബ്ലെസ്ഡ് ഡേ ആയിരുന്നു നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ബൈ.